നമസ്കാരം. രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് വലിയൊരു മുന്നറിയിപ്പ് ഇന്ത്യ ഇതിനകം ലോകത്തിന് നൽകി കഴിഞ്ഞു. ചൈനയിൽ നിന്നും വാങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിർജീവമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നിടത്താണ് ഇന്ത്യ വിജയിച്ചത്. ചൈനീസ് സാങ്കേതിക വിദ്യകളെ മിനിറ്റുകൾ കൊണ്ട് പൊളിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. മേഖലയിൽ വ്യോമ മേധാവിത്വം ആർക്കാണെന്നത് ഇന്ത്യ ഇതിലൂടെ വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലുമായി പാകിസ്ഥാൻ വിന്യസിച്ചിരുന്നത് ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായിരുന്നു. എന്നാൽ ഇന്ത്യൻ വ്യോമസേന ഈ സംവിധാനങ്ങളെ നിശ്ചലമാക്കിയാണ് ആക്രമണം നടത്തിയത്. വിദേശ സാങ്കേതിക വിദ്യകളെക്കാൾ മികച്ചതാണ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളെന്ന് ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടു. പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവരുന്ന വ്യാജ വിവരങ്ങളുടെ പ്രളയത്തിനിടയിൽ എല്ലാ ആക്രമണങ്ങളും ഇന്ത്യൻ ആസ്തികൾ നഷ്ടപ്പെടാതെയാണ് നടത്തിയത് എന്ന ഇന്ത്യയുടെ വസ്തുതകൾ നിർത്തിയുള്ള പ്രസ്താവന രാജ്യത്തിന്റെ നിരീക്ഷണം, ആസൂത്രണം, വിതരണ സംവിധാനങ്ങൾ എന്നിവയുടെ ഫലപ്രാപ്തിയെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. ദീർഘദൂര ഡ്രോണുകൾ മുതൽ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ വരെയുള്ള ആധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഈ ആക്രമണങ്ങളെ കൂടുതൽ മികവുറ്റതാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആക്രമണങ്ങൾ പാകിസ്ഥാനിലെ പ്രധാന വ്യോമതാവളങ്ങളായ നൂർഖാന, റഹീം യാർ ഖാൻ എന്നിവയെ ലക്ഷ്യം വെച്ചായിരുന്നു. ശത്രു റഡാറുകളും മിസൈൽ സംവിധാനങ്ങളും ഉൾപ്പെടെ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്തി നശിപ്പിച്ചു. ഇന്ത്യയുടെ ഡ്രോണുകളും മിസൈലുകളും ഓപ്പറേഷനിൽ എങ്ങനെ വിജയകരമായിരുന്നുവെന്നും പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവ കണ്ടെത്തുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണെന്നും പരാമർശിച്ചുകൊണ്ടാണ് ചൈനയുടെ പ്രതിരോധ ഉപകരണങ്ങൾ തകർത്തതിനെ കുറിച്ച് ഔദ്യോഗിക പ്രസ്താവന ഇന്ത്യ നടത്തിയിട്ടുള്ളത്. അതേസമയം ഇന്ത്യൻ സായുധ സേന ഉപയോഗിക്കുന്ന ഇന്ത്യയിൽ നിർമ്മിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അസാധാരണമായ പ്രകടനം കാഴ്ചവെച്ചതായും പ്രസ്താവനയിൽ എടുത്തു പറയുന്നുണ്ട്. ഇന്ത്യൻ സംവിധാനങ്ങൾ നിർവീര്യമാക്കിയ സാങ്കേതിക വിദ്യകളുടെ വ്യക്തമായ തെളിവുകൾ സൈന്യം നൽകിയിട്ടുണ്ട്. ചൈനീസ് നിർമ്മിത PL-15 മിസൈലുകൾ, യിഹ അല്ലെങ്കിൽ യിഹാവ് എന്ന് വിളിക്കപ്പെടുന്ന തുർക്കി നിർമ്മിത UAVകൾ, പാകിസ്ഥാൻ അയച്ച ദീർഘദൂര റോക്കറ്റുകൾ, ക്വാഡ് കോപ്റ്ററുകൾ, വാണിജ്യ ഡ്രോണുകൾ എന്നിവയെല്ലാം ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നശിപ്പിച്ചതായി പ്രസ്താവനയിൽ പരാമർശിക്കുന്നുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രൊജക്ടൈലുകളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെടുത്തതും ഫോറൻസിക് പരിശോധനയിൽ തിരിച്ചറിഞ്ഞതുമായ ഭാഗങ്ങളും ഇന്ത്യ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ISROയും ഇതിൽ നിർണായക പങ്ക് വഹിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു. നിയന്ത്രണ രേഖയോ അന്താരാഷ്ട്ര അതിർത്തിയോ പോലും കടക്കാതെയുള്ള മുഴുവൻ ദൗത്യവും ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ മികവ് ഉയർത്തി കാട്ടിയിരുന്നു. ദേശീയ പ്രതിരോധത്തിൽ തദ്ദേശീയ ഹൈടെക് സംവിധാനങ്ങളുടെ തടസ്സമില്ലാത്ത സംയോജനമായിരുന്നു വേറിട്ട് നിന്നത്. ഡ്രോൺ യുദ്ധത്തിലായാലും വ്യോമ പ്രതിരോധത്തിലായാലും ഇലക്ട്രോണിക് യുദ്ധത്തിലായാലും സൈനിക പ്രവർത്തനങ്ങളിൽ സാങ്കേതിക സ്വാശ്രയത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഓപ്പറേഷൻ സിന്ദൂർ ഒരു നാഴികക്കല്ലാണ്. പെച്ചോറ, OSA-AK, LLAD തോക്കുകൾ പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഉപയോഗിച്ചത്. ഇതിനു പുറമെ ആകാശ് പോലുള്ള തദ്ദേശീയ സംവിധാനങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ പ്രതിരോധ തദ്ദേശീയവൽക്കരണ നയങ്ങളെ സാധൂകരണമാണ്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മുതൽ ഡ്രോണുകൾ വരെ, UAS പ്രതിരോധ ശേഷികൾ മുതൽ നെറ്റ് കേന്ദ്രീകൃത യുദ്ധ പ്ലാറ്റ്ഫോമുകൾ വരെ തദ്ദേശീയ സാങ്കേതിക വിദ്യ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് അതിന്റെ കഴിവ് കാട്ടിയിട്ടുണ്ട്. ജനസംഖ്യയുടെ ഭൂരിപക്ഷവും ദാരിദ്ര്യത്തിൽ കഴിയുന്ന പാകിസ്ഥാൻ വരുമാനത്തിന്റെ നല്ലൊരു പങ്കും സൈന്യത്തെ തീറ്റിപ്പോറ്റാനായാണ് മാറ്റിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അടക്കം ആ രാജ്യം ഏറെ പിന്നിലാണ്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഈ പണം റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ ചിലവഴിച്ചാൽ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഇടയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അടുത്ത തവണ മുതൽ പാകിസ്ഥാന് വായ്പ ലഭിക്കുന്നതും നിലയ്ക്കും. ഭീകരവാദം കൈമുതലാക്കിയ രാജ്യത്തെ സകല മാനുഷിക സഹായങ്ങളും കൈവിട്ടാൽ ലോക ഭൂപടത്തിൽ തന്നെ ഒരു മൺകൂന മാത്രമായി ഒതുങ്ങാൻ പാകിസ്ഥാൻ അധികകാലം കാത്തിരിക്കേണ്ടി വരില്ല.